താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ നടൻ സിദ്ദിഖ് ഉടൻ അറസ്റ്റിലാവുമെന്നാണ് വിവരം. അറസ്റ്റിനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതായും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചാലും കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ തൽക്കാലം ഇക്കാര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ പോലീസ് നടപടിക്ക് വിധേയമാകാമെന്ന് സിദ്ദിഖ് തീരുമാനിച്ചതായും പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തു വന്നത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച പരാതിയിൽ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടാത്തതിനെ തുടർന്ന് സർക്കാർ വലിയ വിമർശനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന വന്നത് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഇടത് യുവജന സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധമറിയിച്ചെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായം ചെയ്താൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ബംഗാളി നടി പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ സിദ്ദിഖിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആരോപണം ഉന്നയിച്ച നടി ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇന്നലെ ഉറപ്പിച്ചു പറഞ്ഞത്. ഇതോടെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നും ഇന്നലെ തന്നെ ഇടതുമുന്നണിയിലും വിലയിരുത്തിയിരുന്നു. പിന്നാലെ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ സിദ്ദിഖിനെ ബന്ധപ്പെട്ട് രാജിവെച്ച് നിയമ നടപടി നേരിടാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടതായും പറയുന്നുണ്ട്. പിന്നാലെയാണ് ഇന്ന് രാവിലെ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ കേസെടുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ടോടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതോടെ അമ്മയുടെ താക്കോൽ സ്ഥാനത്ത് ആളില്ലാത്ത അവസ്ഥയുമായിട്ടുണ്ട്. സിദ്ദിഖിന്റെ രാജി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അംഗീകരിക്കുകയും ചെയ്തു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജിയെന്ന് സിദ്ദിഖ് പ്രതികരിച്ചിട്ടുണ്ട്. ആരോപണത്തെക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്നാണ് സിദ്ദിഖ് രാവിലെയും പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലിന് ഇമെയിൽ മുഖേനയാണ് സിദ്ദിഖ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അമ്മ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തുടരുന്നത് സംഘടനയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സംഘടന വിലയിരുത്തിയിരുന്നു. ഇതിന് ശേഷമാണ് സിദ്ദിഖ് രാജിവെച്ചത്. ഈ കേസ് സിദ്ദിഖ് വ്യക്തിപരമായി തന്നെ നേരിടേണ്ടി വരും. ആരോപണം ഉയർന്നപ്പോൾ തന്നെ സിദ്ദിഖ് രാജിവെച്ചുവെന്ന ചർച്ച അമ്മയും ചർച്ചയാക്കിയിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയും ആരോപണമുണ്ട്. എന്നാൽ രഞ്ജിത്ത് ഇനിയും രാജിവെച്ചിട്ടില്ല. ഇതിനിടെയാണ് അമ്മയിൽ നിന്നും ജനറൽ സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദിഖ് മോഹൻലാലിന് അയച്ച കത്തിൽ പറഞ്ഞിട്ടുള്ളത്. നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്ന് പറയുന്ന യുവനടി ഇന്നലെ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചത്. പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിദ്ദിഖ് രാജിവെക്കുന്നത്. മോഹൻലാലും രാജിയെ അനുകൂലിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് സിദ്ദിഖ് കത്തയച്ചതെന്നാണ് സൂചന. ഇതോടെ ആർക്കെതിരെ ആരോപണം ഉയർന്നാലും ഇനി അവർക്കെല്ലാം സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ രാജിവെക്കേണ്ടി വരുമെന്നും ഉറപ്പായിട്ടുണ്ട്. +2 കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് എനിക്ക് 21 വയസ്സായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അയാൾ എന്നെ പൂട്ടിയിട്ടു. അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇന്നലെ നടി ആരോപിക്കുന്നത്. 2019 തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വിശദീകരിച്ചിരുന്നു. +2 വിദ്യാർത്ഥിയായിരിക്കെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഇത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റപ്പെടേണ്ടി വന്നുവെന്നും നടി പ്രതികരിച്ചിരുന്നതാണ്. ഒരു ചെറിയ കുട്ടിയോടാണ് സിദ്ദിഖ് അതിക്രമം കാണിച്ചത് എന്നാണ് വലിയ പ്രശ്നങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. മോളെ എന്ന് അഭിസംബോധന ചെയ്താണ് സംസാരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ സിദ്ദിഖും ക്രിമിനൽ തന്നെയാണെന്നും അവർ പറയുന്നുണ്ട്. ഇത്തരം ചൂഷണങ്ങൾ പല അനുഭവസ്ഥരും തുറന്നു പറഞ്ഞതാണ്. ഈ വെളിപ്പെടുത്തൽ അത്ര എളുപ്പമല്ല ഇതായിരുന്നു എന്നാണ് നടി പറഞ്ഞത്. സിദ്ദിഖ് ഫേസ്ബുക്ക് സന്ദേശങ്ങളിലൂടെ നിരവധി പേരോട് മോശമായും പെരുമാറിയിട്ടുണ്ട്. അതിൽ തൻ്റെ സുഹൃത്തുക്കളും ഉൾപ്പെടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഉചിതമായ നടപടിയെടുക്കുമെന്നും പ്രതീക്ഷയുണ്ടെന്നും ഇന്നലെ ഈ നടി വെളിപ്പെടുത്തിയിരുന്നതാണ്. ഇത്ര ഗുരുതരമായ കുറ്റകൃത്യമായതിനാൽ ഇതിൽ പോക്സോ വകുപ്പും കൂടി ചേർത്ത് കേസെടുക്കുന്നതിനെക്കുറിച്ചാണ് പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.